നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ റോബോട്ടിക് ഗൈഡഡ് ട്രെയിനർ സംവിധാനം വന്നിട്ടുണ്ട്. വയനാട് നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ഫിസിയോതെറാപ്പി ചികിത്സയ്ക്കായിട്ട് ഈ റോബോട്ടിക് സംവിധാനം ഒരുങ്ങിയത്. സെന്ററിന്റെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ഇതിൽ നടക്കുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഒരുപാടും കിടന്നിട്ട് ഇതിൽ നേടിച്ച് നടക്കുമ്പോൾ ഒരു നടക്കുന്ന റോഡ് കൂടെയൊക്കെ നടക്കുന്ന പോലെ ഒരു ഫീല് കിട്ടുന്നു. ഇത് 10 മാസമായി ആക്സിഡന്റ് ആയത്, 10 മാസമായി കിടപ്പിൽ തന്നെയാണ്. ഇപ്പോൾ ഇതിൽ നടക്കുമ്പോൾ ഒരു നല്ലൊരു ഫീലാണ്, പോസിറ്റീവ് എനർജിയാണ്. അങ്ങനെ എപ്പോഴും കിടന്നു തന്നെ ഇരിക്കുമ്പോൾ ഇതിങ്ങനെ നടക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രതീക്ഷ വരുന്നുണ്ട്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് കിടപ്പിലായ തമിഴ്നാട് സ്വദേശി ജഗദീഷാണ് 10 മാസത്തിനു ശേഷം ജി-ഗൈറ്റർ സംവിധാനം ഉപയോഗിച്ച് നടക്കാൻ ആരംഭിച്ചത്. മസ്തിഷ്കാഘാതവും അപകടങ്ങളും കാരണം ശരീരം തളർന്നു പോകുന്നവർക്ക് ഫിസിയോതെറാപ്പിയിലൂടെ എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും പരിശീലനം നൽകുന്ന സംവിധാനമാണ് ജി-ഗൈറ്റർ. വയനാട് പാക്കേജിൽ നിന്ന് 2.5 കോടി രൂപ ചെലവഴിച്ചാണ് നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സെന്റർ സ്ഥാപിച്ചത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാമെന്നതാണ് പ്രത്യേകത. വയനാട്ടിലെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങൾ എത്തിച്ച് ഗോത്രവിഭാഗക്കാരെ സർക്കാർ ചേർത്ത് പിടിക്കുകയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രം ഒട്ടേറെ പ്രവർത്തനങ്ങൾ വെൽനസ്സുമായിട്ട് ബന്ധപ്പെട്ടും ചികിത്സയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നല്ല നിലയിൽ നടത്തുന്ന ഒരു കുടുംബാരോഗ്യ കേന്ദ്രമാണ്. ഇപ്പോൾ നമ്മൾ മറ്റൊരു പദ്ധതി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് പോഷക ആഹാരം കൊടുക്കുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് അണ്ടർ നറിഷ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാറ്റം, അതായത് ക്ലിനിക്കലി തന്നെ വലിയ പ്രയാസമുള്ള കുഞ്ഞുങ്ങളെ കൃത്യമായ ഡയറ്റീഷ്യനുണ്ട്. അതിന് അമ്മമാർക്ക് ഡേ കെയർ ആണ്. രാവിലെ കുഞ്ഞിനൊപ്പം വന്നാൽ മതി, വൈകിട്ട് തിരിച്ചു പോകാം. കേരളത്തിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മാത്രമായിരുന്നു ഈ സംവിധാനം ഉണ്ടായിരുന്നത്. സ്വകാര്യ ആശുപത്രികളിൽ മണിക്കൂറിന് 3000 രൂപയിലധികം ഈടാക്കുമ്പോൾ ഇവിടെ ചികിത്സ സൗജന്യമാണ്. കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി 100-ലധികം പേരാണ് ചികിത്സ തേടി ഇവിടെ എത്തുന്നത്. ന്യൂസ് മലയാളം, വയനാട്.